ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് ഏത് രീതിയിലാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ ഏത് രീതിയിലാണ്, സിറ്റുവേഷൻസ് എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനൊരു ഗൈഡൻസ് ആയിട്ടും എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ കുറിച്ചും നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോ ആയിട്ട് കണക്ട് ആവാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നിങ്ങളുടെ പേഴ്സന്റെ നെയിം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നല്ല നല്ല മൊമെന്റ്സുകളെല്ലാം നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുക. ആ ഒരു ഹൈ വൈബ്രേഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോ ആയിട്ട് കണക്ട് ആവുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. The Fool energy, creativity, comparison, the Master, the Source, we are the world, change, postponement, the rebel, the dream, existence, innocence, tripness, integration, completion, guilt, silence, compromise. ഓക്കെ, പൊളിറ്റിക്സ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സ്പ്രെഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു പൊട്ടി അടർന്നു പോയിരിക്കുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. കംപ്ലീറ്റ്ലി ഒരു വളരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള കുറെ അധികം കാരണങ്ങൾ, അല്ലെങ്കിൽ ചിലവരുടെ കേസിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കാരണങ്ങളായിരിക്കില്ല, റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന കാരണങ്ങളുടെ ഭാഗമായിട്ട് നിലച്ചു പോയിരിക്കുന്നു. നിലച്ചു പോവുക എന്നുള്ളതല്ല, പൊട്ടിച്ചിതറി പോയിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നത്. അതിന് പല പല റീസൺസ് ഉണ്ടായിരിക്കാം. നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ ഒരു കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് നിങ്ങൾ ഇൻവോൾവ് ആകുമ്പോൾ ആ ഒരു വ്യക്തിക്ക് വന്നിരിക്കുന്ന ഒരു പ്രശ്നങ്ങൾ അവരുടേതായ രീതിക്ക് നിൽക്കാതിരിക്കുന്നു എന്നൊരു ചിന്ത, ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് എന്താ പറയാ എൻഗേജ്ഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു അവോയ്ഡിങ് ഫീൽ തോന്നിയിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, അതുപോലെ റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതലായിട്ട് മറ്റു പല കാര്യങ്ങൾക്ക് ഒരു വാല്യൂ കൊടുത്തിട്ട് മാറി ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലവിന്റെ പുറകെ പോയ വ്യക്തികൾ. അപ്പൊ അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് അനുസരിച്ചിട്ട് നിങ്ങൾ അതിനെ കമ്പയർ ചെയ്യുക. നമുക്കിവിടെ എന്തായാലും വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ തമ്മിൽ ഒരു കംപ്ലീറ്റ് ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്കൊന്നും പോയതായിട്ട് നമുക്കിവിടെ വന്നിട്ടില്ല. എങ്കിലും പൊട്ടിച്ചിതറി പോയിരിക്കുന്ന ഒരു ബന്ധമാണിത്. അടർന്നടർന്ന് പല സ്ഥലങ്ങളിലും കിടക്കുന്നുണ്ട്. കൂടിച്ചേരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടിച്ചേരാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. പക്ഷെ രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നതിൽ രണ്ടുപേർക്കും അവരവരുടേതായ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത്. അതിനകത്ത് ഒരു പേഴ്സൺ കൂടുതലായിട്ട് അവരുടേതായ ഒരു ഈഗോ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ നിൽക്കുന്ന ഒരു എനർജി ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരിക്കാം ആ ഒരു രീതികളുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് റിലേഷൻഷിപ്പിന്റെ അവസ്ഥ കാണിക്കുന്നത്. അപ്പൊ ഇവരുടെ ഈ ഒരു രീതിയിലാണ് ഇവർ നിങ്ങളോട് പെരുമാറിയിട്ട് ഇപ്പോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ മാറി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ഒരു ഫീലിങ്സിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ മറ്റൊരു മുഖമണിഞ്ഞ് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് നിൽക്കുന്നത്. ചിലപ്പോൾ ഇഷ്ടമല്ല എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും ഒരിക്കലും അങ്ങനെയല്ല. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം ഇഷ്ടമുള്ളതായിട്ട് തന്നെ കാണുന്നത്. അവരുടെ ഒരു ട്രൂ ഫീലിങ്സിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളോട് തീർച്ചയായിട്ടും വളരെയധികം ഒരു സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ്. അവരുടെ ഒരു ചിന്തകൾ എന്ന് പറയുന്നത് പോലും we are the world ആണ്.
നമ്മളാണ് ലോകം, അല്ലാതെ ഞാനാണ് എൻ്റെ ലോകത്തുള്ളത്, നീയാണ് നിന്റെ ലോകത്തുള്ളത് എന്നൊരു ചിന്തയല്ല അവരിലുള്ളത്. നിങ്ങളാണ് അവരുടെ ലോകം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള ലോകമാണ്, നമ്മുടേതാണ് ലോകം എന്നൊരു ചിന്തയാണുള്ളത്. ഇപ്പൊ അവരുടെ സിറ്റുവേഷനിൽ അവര് അവരുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അവരൊക്കെ കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്. കമ്പാരിസൺ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളും ആ ഒരു വ്യക്തികളും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്. കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും അവർ അവസാനം വന്ന് നിൽക്കുന്നത് നിങ്ങളിൽ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഇതിൽ ചെയ്യണം. ആ ഒരു ചെയ്യലിലൂടെ ഈ ഒരു ബന്ധത്തിനെ വീണ്ടും ഒന്ന് കൂട്ടിയിണക്കണം. കംപ്ലീഷൻ ആണ് വന്നിരിക്കുന്നത്. അവരായിട്ട് അടർത്തി എടുത്ത് മാറ്റിയിരിക്കുന്ന ആ ഒരു പോർഷൻ അവരായിട്ട് തന്നെ വെച്ച് ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഭംഗി വീണ്ടും റീക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നൊക്കെ തന്നെയാണ് ചിന്തകളിലുള്ളത്. ഒരു കോംപ്രമൈസ് തന്നെയാണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് കൂൾ എനർജി ആണ്. ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് അവർ ആദ്യം ആഗ്രഹിക്കുന്നത്. റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ഇപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു പുതിയ തുടക്കം ഇനിയും കൊണ്ടുവരണം. നിങ്ങൾക്ക് തമ്മിൽ ചിലപ്പോൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ നല്ല രീതിക്ക് കരിയറിലൊക്കെ ഫോക്കസ് ചെയ്ത് ഒരു നല്ല രീതിക്ക് നിൽക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായ ഒരു വ്യക്തിത്വം, നിങ്ങളുടേതായ ഒരു കാഴ്ചപ്പാട്, നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഒരു ഈഗോ കാരണമൊക്കെയാണ് മാറിപ്പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവരിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് എന്തും ആയിക്കൊള്ളട്ടെ അതിനെയെല്ലാം പറഞ്ഞ് കമ്പയർ ചെയ്യല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നല്ല രീതിക്ക് കൊണ്ടുവരണം. കാരണം ഇവര് നിങ്ങളുടെ സ്ഥാനത്തേക്ക് മറ്റാരെയും ഇവർക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. പല രീതിയിൽ ഇവർ ശ്രമിച്ചൊക്കെ നോക്കിയതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കൊക്കെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒന്നും ഓക്കെ അല്ല. അവർ അതിനെയൊക്കെ കമ്പാരിസൺ ചെയ്ത് നോക്കുമ്പോൾ അവരുടെ മൈൻഡ് വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത്. കാരണം നിങ്ങൾ ചിലപ്പോൾ അവരെ ഒരുപാട് മനസ്സിലാക്കിയ വ്യക്തികളായിരിക്കും. എത്രത്തോളം വഴക്ക്, പ്രശ്നങ്ങൾ, വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് അവരെ മനസ്സിലാക്കിയിരിക്കുന്നതും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഗൈഡൻസ് പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം നിങ്ങളായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ചിന്തകളൊക്കെ അവരുടെ ഉള്ളിൽ ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. അവർ പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ ചിലപ്പോൾ പുറത്ത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഈഗോ ഇടിഞ്ഞു വീണാലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ തലയിൽ കയറിയാലോ എന്നൊക്കെ ഒരു ചിന്തയായിരിക്കും അവരിലുള്ളത്. കുറച്ചൊരു സ്റ്റാൻഡ് കീപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്ന ഒരു വ്യക്തികളാണ്. ഭയങ്കരമായിട്ടൊരു കളിചിരി അങ്ങനെയൊക്കെ വരുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല ചിലപ്പോൾ. അവരുടേതായ ഒരു സ്റ്റാൻഡേർഡ്, ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന രീതികൾ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ബന്ധത്തില് ഒരു പുതിയ തുടക്കം വേണം, ഒരു ന്യൂ ബിഗിനിങ് അഗൈൻ സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം, ആ ഒരു ഫീല് തന്നെയാണ് യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ ഉള്ളതായിട്ട് നമുക്ക് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വീണ്ടും ബിൽഡ് ചെയ്തെടുക്കണം, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഇതിന് കൊണ്ടുവരണം. ആ ഒരു ഫൗണ്ടേഷനിലൂടെ ബന്ധത്തിന്റെ ഒരു കെട്ടുറപ്പ് ഉറപ്പാക്കണം എന്ന് തന്നെയാണ് ഇവരുടെ മൈൻഡിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ബുദ്ധി എന്ന് പറയുന്നത് ഇവർ കുറച്ചധികം ചിന്തിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. ഇവിടെ മാസ്റ്റർ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ മെയിൻ എന്ന് പറയുന്നത് ഒന്ന് ഓവർ തിങ്കിങ് കുറച്ച് കൂടുതലായിരിക്കും ഇവർക്ക്. അതുപോലെ തന്നെ ഇവർ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും വളരെയധികം ആഴത്തിൽ ചിന്തിച്ചതിന് ശേഷം മാത്രമാണ് ഒരു ഡിസിഷൻ എടുക്കുകയുള്ളൂ, അതനുസരിച്ച് പ്രവർത്തിക്കുകയുള്ളൂ. ഇപ്പൊ ഒരാളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഇപ്പൊ നിങ്ങളെ പോലും അവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടുതലായിട്ട് ആഴത്തിൽ പഠിച്ചതിനൊക്കെ ശേഷം മാത്രമാണ് അവർ ആ ഒരു കാര്യം ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഇനിയിപ്പോ ഇതിന്റെ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളൊരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇനി ഒരു പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം ഇവരിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇത് ഇവരുടെ ഉള്ളില് ഇപ്പോഴുള്ള ഒരു ആഗ്രഹം ഒരു കറന്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ കറന്റ് ഫീലിങ്സിൽ മാത്രമല്ല, ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഉള്ള ഒരു ആഗ്രഹമായിട്ട് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ആഗ്രഹം അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് തല താഴ്ത്താനോ അല്ലെങ്കിൽ ആ ഒരു ഈഗോ വിട്ടു പോരാനോ കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു സോഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇവരിപ്പോ ചിന്തിക്കുന്നത്. ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സോഴ്സ് കണ്ടെത്തിയതിന് ശേഷം നിങ്ങളിലേക്ക് ആ ഒരു ന്യൂ ബിഗിനിങ്ങുമായിട്ട് വരണം. ഒരു കോംപ്രമൈസ് വേണം എന്ന് തന്നെയാണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഇവരുടെ ആ ഒരു ചിന്തകൾ എന്ന് പറയുന്നത് ഇവർക്കൊരു ഈഗോ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈഗോ പിടിച്ചിരിക്കുന്ന വ്യക്തികൾ എന്നുള്ള രീതിക്ക് മാത്രമല്ല, ഒരു ലിമിറ്റിൽ കൂടുതൽ ആരുടെ മുന്നിലും ഇവർ ചിലപ്പോൾ തല കുനിച്ച് നിൽക്കാത്ത ഒരു വ്യക്തികളായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മുമ്പിലാണെന്നുണ്ടെങ്കിലും മറ്റാരുടെ മുമ്പിലാണെന്നുണ്ടെങ്കിലും
ഒരുപാടൊന്നും അങ്ങോട്ട് തല കുനിക്കാനായിട്ട് താല്പര്യമില്ലാത്ത വ്യക്തികളാണ്. അപ്പൊ അത് തന്നെയാണ് ഇവരുടെ ഒരു മെയിൻ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. എങ്കിലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് എത്തിക്കാനായിട്ട് അവർ തയ്യാറാകുന്നുണ്ട്. ഇതൊന്നും അവർ പക്ഷെ പുറത്തേക്ക് കാണിക്കുന്നില്ല. മറ്റൊരു മുഖമിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് നിൽക്കുന്നത്. എങ്കിലും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് വളരെ വലുതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഇതുവരെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ആക്ഷൻ ഒന്നും എടുക്കാതെ ഇതിനെ പോസ്റ്റ്പോൺ ചെയ്ത് ഇവർ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. ചിലരുടെ കേസിൽ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. നിങ്ങൾ ഒരു വെയിറ്റിംഗ് പീരീഡ് മാത്രമായിട്ട് ഇരിക്കുന്ന വ്യക്തികളായിരിക്കും. ഒരു പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ആയിട്ട് മാത്രം അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളായിട്ട് അവരെന്തായാലും ഇങ്ങോട്ട് വരട്ടെ എന്നിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ മാത്രമല്ല നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പൊ ചിലവരുടെ കേസിൽ ശ്രമിച്ചിട്ടും പരാജയപ്പെടുന്നതുകൊണ്ടായിരിക്കും. ശ്രമിക്കാത്ത വ്യക്തികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനർജി കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ശ്രമിക്കണം. കാരണം ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് നിങ്ങളുടേതായ ഒരു കാര്യങ്ങൾ ഒരു ഈഗോ പിടിക്കൽ ഉള്ളതായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ എത്ര പേർക്കാണ് ഈ ഒരു വീഡിയോ റെസനേറ്റ് ആവുക എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന എനർജി ആ ഒരു രീതിയിലാണ്. അപ്പൊ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇവർ എന്തായാലും ചേഞ്ച് ആവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഇവർക്ക് ഒരു ചേഞ്ച് വേണമെന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങളെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് അതിനും ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്നും ഇവർ ആഗ്രഹിക്കുകയാണ്. ഇതുവരെ നീട്ടി മുന്നോട്ടേക്ക് കൊണ്ടുപോയി ഈ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ആ ഒരു ചങ്ങലകളെയും ആ ഒരു തടസ്സങ്ങളെയും കംപ്ലീറ്റ്ലി പൊട്ടിച്ചെറിയണം. നിങ്ങളുടെ ബന്ധം തകർന്നത് ഒരു പ്രശ്നം കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇനി ആ ഒരു പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന തടസ്സങ്ങളെല്ലാം കംപ്ലീറ്റ്ലി പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരണം. അവർ ഒരുപാട് നിങ്ങളെ ഡ്രീം ചെയ്യുന്നുണ്ട്. ഒരുപാട് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകണം എന്നും അവർ സ്വപ്നം കാണുന്നുണ്ട്. നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിലേക്ക് ഒരു ലോങ് ടേം ആയിട്ട് തന്നെയാണ് അവർ ഇതിനെ ആഗ്രഹിക്കുന്നത്. നീതിപൂർവം തന്നെ ഇതിനെ നല്ല രീതിക്ക് കൊണ്ടുപോകണം എന്നൊരു ചിന്തയാണ് ഇവരുടെ ഉള്ളിലുള്ളത്. ഇവരുടെ ഇന്നർ വോയിസ് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബന്ധത്തിനെ നല്ല രീതിക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇത് ഒരിക്കലും വിട്ട് കളയരുത്. അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇവരുടെ കയ്യിലാണ് എന്നാണ് ഇവരിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരായിട്ട് ചിലപ്പോൾ ഒരു ആക്ഷൻ നേരത്തെ എടുത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ നേരത്തെ തന്നെ ഇതിനെ സോൾവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി എന്തായാലും ഇവരായിട്ട് തന്നെ അതിന്റെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. ആ ഒരു രീതിയിൽ ഇന്നർ വോയിസ് പറയുന്നത് കൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു ബന്ധത്തെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുകളയാനായിട്ട് താല്പര്യപ്പെടാത്തത്. മാത്രമല്ല അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള യഥാർത്ഥമായ ഒരു സ്നേഹവും അല്ലെങ്കിൽ അവര് നിങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സ്നേഹം മറ്റൊരു രീതിയിൽ നിന്നും മറ്റൊരു സ്ഥലത്ത് നിന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ അത്രത്തോളം കെയറോ സപ്പോർട്ടോ ഒന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന ഈ ഒരു വിള്ളലുകൾ എല്ലാം തന്നെ തീർത്തുകൊണ്ട് അതിന്റെ ഒരു വളർച്ച വീണ്ടും കൊണ്ടുവരണം. എങ്ങനെയാണോ നിങ്ങളുടെ ബന്ധം നേരത്തെ പോയിക്കൊണ്ടിരുന്നത് അതിലേക്ക് തന്നെ വീണ്ടും ഇതിനെ എത്തിക്കണം. ആ ഒരു മധുരിതമായ ഓർമ്മകൾ ഒക്കെ അല്ലേ ഇവരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതായത് ആ ഒരു നൊസ്റ്റാൾജിയ, പഴയകാല മെമ്മറീസ്, നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ്സ് എല്ലാം തന്നെ ഇവരുടെ മൈൻഡിലേക്ക് വരുന്നത് കൊണ്ട് തന്നെയാണ് അവർ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ ഇന്റഗ്രേഷൻ ആണ് വന്നിരിക്കുന്നത്. ആ ഒരു പാർട്ടിസിപ്പേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു വശത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹമാണെന്നുണ്ടെങ്കിൽ മറുവശത്ത് ഇവരിൽ നിന്നും ആ ഒരു സ്നേഹം ഇടാനായിട്ട് എഫേർട്ട് ഇടാനായിട്ട് കംപ്ലീറ്റ്ലി ഇവർ തയ്യാറെടുക്കുകയാണ്. നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ രണ്ടുപേർക്കും രണ്ട് സ്വഭാവമായിരിക്കാം നിങ്ങളുടേത്. ഓക്കെ, അപ്പൊ രണ്ട് സ്വഭാവമായതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾ ഇത്രയും പ്രശ്നം ഉണ്ടാവുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ആക്റ്റീവ് ആയിട്ട് ഭയങ്കര ഒരു അടിച്ചുപൊളി അല്ലെങ്കിൽ അത്രയും സന്തോഷമായിട്ട് നടക്കുന്ന രീതികൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും. ഇവര് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരുപാട് എക്സ്പ്രസ് ചെയ്യാത്ത വ്യക്തികളായിരിക്കും ഇവര്. പക്ഷെ എങ്കിലും ആ ഒരു കോമ്പിനേഷനിലും ഒരു ഭംഗിയുണ്ട് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുകയാണ്. നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഈ ഒരു വ്യക്തി വെച്ചിട്ടുണ്ടായിരിക്കും ജീവിതത്തിൽ പല പല കാര്യങ്ങളിൽ. ഒരു കമ്മിറ്റ്മെന്റിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇവരുടേതായ നിയന്ത്രണത്തിലേക്കായി എന്നുള്ള രീതിക്ക് ഇവരും വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അവരെന്തായാലും അതിനെയൊക്കെ മാറ്റി ചിന്തിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒരു പാർട്ടിസിപ്പേഷനോട് കൂടി തന്നെ ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പൊ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു കാര്യങ്ങൾ ആ ഒരു സോഴ്സ് കണ്ടെത്താനായിട്ട് ഇവരിപ്പോൾ ശ്രമിക്കുകയാണ്. ഇവരും ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ബന്ധത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ഇവരൊരു വിധിയാണിത് എന്നുള്ള രീതിക്ക് അല്ല ചിന്തിച്ചിരിക്കുന്നത്. ഇവർ ഇവരുടേതായ രീതിക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ യൂണിവേഴ്സിനെ അവരും ട്രസ്റ്റ് ചെയ്യുന്നതായിട്ട് തന്നെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അവർക്കൊരു ഗിൽറ്റി ഫീൽ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് ഒക്കെ ഭയങ്കര ബ്ലോക്ക്ഡ് ആണ്. ഒരു നെഗറ്റീവ് എനർജി ഒക്കെ അവരിൽ നിൽക്കുന്നുണ്ട്. കാരണം പ്രശ്നങ്ങൾ ഉണ്ടായതിനെ വീണ്ടും അത് സോൾവ് ചെയ്യാനായിട്ട് ഇറങ്ങി നടക്കുക, ഈ ഒരു രീതിയൊന്നും ഇവർക്കും അത്ര ഇഷ്ടമുള്ള ഒരു വ്യക്തികളല്ല. ഇതുവരെ ഇതൊന്നും മര്യാദക്ക് ആവാത്തതിനെ തുടർന്നിട്ടായിരിക്കാം ഇവര് ആ ഒരു എഫേർട്ട് എടുത്ത് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ചോദിക്കും നിങ്ങൾ ചിലപ്പോൾ ഇതിനകത്ത് ശ്രമിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജിയിൽ എല്ലാവരും അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടാവണം എന്നില്ല. ഇവിടെ ശ്രമിക്കാത്ത ആൾക്കാരെയും നമുക്ക് കാണിക്കുന്നുണ്ട്.
അതായത് ആ ഒരു വ്യക്തി വരട്ടെ എന്നുള്ള ചിന്തയിൽ ഇരിക്കുന്നവരും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി എഫേർട്ട് എടുത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായ ന്യായമുണ്ട്. അല്ലാത്ത വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നുമുണ്ട്. കംപ്ലീറ്റ്ലി ഒരു സൈലന്റ് ആയിട്ട് തന്നെയാണ് എന്തായാലും ഇരിക്കുന്നത്. സൈലന്റ് ആയിട്ട് ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. ഇതുവരെ ആ ഒരു പോസ്റ്റ്പോൺമെന്റ് ഇതിനെ നീട്ടി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സൈലൻസ് എന്ന് പറയുന്ന ആ ഒരു രീതിക്കല്ല, ചിന്തിക്കുകയാണ്. മാസ്റ്റർ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ ശരിയാക്കി എടുക്കണം, ഈ ഒരു രീതിക്ക്. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു അബണ്ടൻസ് തന്നെ വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു ഫ്ലോയിൽ, നല്ലൊരു ഫ്ലോയിൽ തന്നെ ഇതിനെ കൊണ്ടുപോകണം. ആ ഒരു പാസ്റ്റ് നിങ്ങളുടെ ഒരു പ്രസന്റ് സിറ്റുവേഷനെ എഫക്ട് ചെയ്യാനായിട്ട് പാടില്ല. സന്തോഷവും സമൃദ്ധിയുമായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ടേക്ക് വരണം. അതിലൂടെ ഇതിനൊരു കറേജ് വേണം, അതായത് ഒരു വളർച്ച കൊണ്ടുവരണം. അവരവരുടെ ഒരു ഇവരൊരു ഡ്രീം ചെയ്യുന്നത് പോലെ വെറുതെ ഇരിക്കുകയല്ല. നിങ്ങൾ ഡ്രീം ചെയ്ത് വെറുതെ ഇരിക്കുക എന്നുള്ള ചിന്ത മാത്രമല്ല, ഇവർ അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ സോൾവ് ചെയ്യാൻ ഇവരുടെ ഭാഗത്തു നിന്ന് ക്യാരക്ടർ വൈസ് ആണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ എല്ലാം ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഒരു ദേഷ്യം കൊണ്ടിട്ടുണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഒരു ഈഗോയിസം ആണെന്നുണ്ടെങ്കിൽ പോലും അതിനെയും അവരൊന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി വിട്ടുതരാനാണ് അവർക്ക് സാധിക്കാത്തത്. എങ്കിലും അതിനെ ഒന്ന് കുറച്ച് കൊണ്ടുവരണം. കാരണം ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത്, അതിന്റെ ഒരു തീവ്രത എന്ന് പറയുന്നത് അവരുടെ ആഴത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടെ മനസ്സിന്റെ ആഴത്തിലേക്ക് പതിഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത്രത്തോളം ഒരു വാല്യൂ തരുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ കൂടുതലും കാണിച്ചിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നതിൽ നമുക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയ വ്യക്തികളുടെ എനർജി അല്ല ആക്ച്വലി കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഒരു ഈഗോയുടെ ഭാഗമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായതായിരിക്കാം. അങ്ങനത്തെ വ്യക്തികളുടെയാണ് കൂടുതലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർക്ക് വീണ്ടും നിങ്ങളെ വേണം എന്നൊരു ചിന്തയുള്ളത്. അങ്ങനത്തെ ഒരു പ്രശ്നം വന്ന്, അല്ലെങ്കിൽ ആ ഈഗോയുടെ പേരിൽ നിന്ന് പോകേണ്ട ഒരു ബന്ധമല്ല ഇത്. ഇതിനെ നല്ല രീതിക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള രീതിക്ക് തന്നെയാണ്. വളരെയധികം പാഷനേറ്റോട് കൂടി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ട് അവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതായിരിക്കാം. അങ്ങനെയൊക്കെ നിങ്ങളെ സ്വന്തമാക്കിയ വ്യക്തികൾ ആയതുകൊണ്ട് തന്നെയാണ് ഇവർ മുന്നോട്ടേക്ക് ഈ റിലേഷൻഷിപ്പിനെ ഒരു ജോയ്ഫുൾ ലിവിംഗ് ആണ് ആഗ്രഹിക്കുന്നത്. സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള രീതിക്ക് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റി സിറ്റുവേഷൻസ്, അവരുടെ മൈൻഡിൽ നിറഞ്ഞിരിക്കുന്ന നെഗറ്റിവിറ്റീസ്, ഒരു ഓവർ തിങ്കിങ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ, അതുപോലെ ട്രസ്റ്റ് ഇഷ്യൂസ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം കംപ്ലീറ്റ്ലി റിലീസ് ചെയ്യുക. കംപ്ലീറ്റ്ലി അതിനെ റിലീസ് ചെയ്തതിന് ശേഷം ആ ഒരു ക്ലാരിറ്റി നേടിയതിന് ശേഷം മാത്രമേ ഈ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കാനായിട്ട് അവർ താല്പര്യപ്പെടുന്നുള്ളൂ. അല്ലാതെ ഒരു എടുത്തുചാട്ടത്തിന് വന്ന് മിണ്ടാനോ കാര്യങ്ങൾക്കോ അല്ല അവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു ക്ലാരിറ്റിയോട് കൂടി തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരണം. അതും പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി തന്നെ, ക്ലിയർ കട്ടായിട്ട് തന്നെ പരസ്പരം മനസ്സിലാക്കണം. ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ നിൽക്കുന്ന ബന്ധങ്ങളാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെയും ചിലപ്പോൾ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ നിങ്ങളെയും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ചെയ്യാത്ത തെറ്റിനും ആയിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ, ഒരു തുറന്ന സംസാരത്തിലൂടെ പരിഹരിക്കണം. ഒരു സാഹസം നിറഞ്ഞ കാര്യമാണ് അത് എന്നുള്ളത് അവർക്കും അറിയാം. കാരണം ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ വീണ്ടും വഴക്കുണ്ടാവും എന്നുള്ളത് അവരും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിന്റെ കേസ് ഇപ്പൊ ഇത്രത്തോളം പോസ്റ്റ്പോൺമെന്റ് ചെയ്ത് നീണ്ടു പോയിരിക്കുന്നത്. പക്ഷെ ഇനി അങ്ങനെ വേണ്ട. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാലും അതിനെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ അവർ തയ്യാറാണ്, അല്ലെങ്കിൽ നേരിടാൻ അവർ തയ്യാറാണ്. കാരണം ആ ഒരു ട്രൂത്ത് വെളിപ്പെടണം, അല്ലെങ്കിൽ ആ ഒരു സത്യം വെളിപ്പെടണം. നിങ്ങൾ അവർക്ക് മനസ്സിലാക്കണം, അവർക്ക് നിങ്ങളെയും മനസ്സിലാവണം. അപ്പൊ ആ ഒരു സത്യം വെളിപ്പെടാനായിട്ട് തന്നെ അത്രത്തോളം ഒരു ട്രസ്റ്റോടു കൂടി, വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു ജേർണിയിലേക്ക് അവർ കടക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവർ അവരെ ചേഞ്ച് ചെയ്തുകൊണ്ടും ഇരിക്കുന്നത്. യൂണിവേഴ്സിനെ ഒരുപാട് വിശ്വസിച്ചിറങ്ങുന്ന വ്യക്തികളുടെ എനർജിയാണ് ഫുൾ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും. ആ ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു യൂണിവേഴ്സിന്റെ സപ്പോർട്ടോടു കൂടിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒന്നിക്കുന്ന കാര്യത്തിൽ ഒരുപാട് തടസ്സങ്ങൾ, ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്കൊക്കെ പോലും ഇഷ്ടമല്ലായിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ എങ്കിലും അവരിപ്പോൾ ചിന്തിക്കുന്നത് ആരൊക്കെ കൂടെ ഇല്ലാന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെയും ഇഷ്ടമാണ്, നിങ്ങൾക്ക് അവരെയും ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു എഫേർട്ട് ഇടുക. ആ ഒരു രീതിയിൽ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി വൺസും കൂടെ നോക്കണം എന്നൊരു ചിന്തയാണ്. ആ ഒരു വൺസും കൂടെ നോക്കണം എന്ന് അവർ പറയുമ്പോൾ അവർ ലോങ് ടേം ആയിട്ട് തന്നെയാണ് അതിനെ ചിന്തിച്ചുകൊണ്ടും ഇരിക്കുന്നത്, അല്ലാതെ ഒരു ഷോർട്ട് ടേം ആയിട്ടും അല്ല. പക്ഷെ എങ്കിലും അതിനെ കൊണ്ടുപോകണം, ആ ഒരു കംപ്ലീഷൻ ഇതിൽ കൊണ്ടുവരണം എന്ന് കരുതിയിട്ടായിരിക്കുന്നത്. സൈലൻസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ആരുടെ അടുത്തും ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും ഇപ്പോൾ നിൽക്കുന്നില്ല. മൈൻഡ് ഫുൾ ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു മൊമെന്റിലാണ്. ഓരോ നിമിഷവും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെ നന്നാക്കി എടുക്കാം എന്നൊരു ചിന്തയിൽ തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്.
അത് മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിലവിൽ എന്തെങ്കിലുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടി നേരിടാനായിട്ട് അല്ലെങ്കിൽ ചിന്തിക്കാനായിട്ട് അവരിപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കിടയിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അവരൊരു നെഗറ്റീവ് മൈൻഡോട് കൂടിയാണ് എടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ അവർ നിങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ ഈ ഒരു സൈലന്റ് ആയിട്ടിരിക്കുന്ന ഈ നിശബ്ദമായിരിക്കുന്ന ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് അവർ അതിനെയെല്ലാം പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുകയാണ്. അത് അങ്ങനെയല്ല, താൻ മനസ്സിലാക്കിയതിന്റെ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ തിരിച്ച് ചിന്തിക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നു. കാരണം അവർക്കൊരു ചേഞ്ച് അവർ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാതെ രണ്ടുപേരും ഒരേ രീതിയിൽ തന്നെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകില്ല. ചിലപ്പോൾ നിങ്ങൾ കുറെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു സമയത്തൊക്കെ തയ്യാറെടുത്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരിക്കും. ഇവരായിരിക്കും കൂടുതലായിട്ട് തയ്യാറല്ല എന്നുള്ള രീതിക്ക് അത് തുറന്നു പറയുന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. എന്നാൽ ആ ഒരു രീതിക്ക് കാണിച്ചിട്ട് പോയിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ ആ ഒരു പേഷ്യൻസോട് കൂടി തന്നെ ഇതിന്റെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അവർ തയ്യാറാകുന്നുണ്ട്. ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർമേഷൻ അവരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ഡ്രീം ചെയ്യുകയാണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് മുന്നോട്ടേക്കുള്ള കാര്യങ്ങളിൽ. ഒരു സന്തോഷം കൊണ്ടുവരണം എന്നുള്ള ഒരു മനോഭാവത്തിൽ തന്നെ ഇതിലേക്ക് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജി അത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ബന്ധത്തിനെ ഒരു നിലനിൽപ്പോട് കൂടി ഒരു ബാലൻസിങ്ങോട് കൂടി തന്നെ കൊണ്ടുപോകണം. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രത്തോളം പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് നിങ്ങൾക്കോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്കോ ഒക്കെ ഒരു ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഒരു ഡിപ്രഷൻ അവസ്ഥ. കാരണം നിങ്ങളുടേത് ചിലപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. ഒരു ചെറിയ കാലയളവായിരിക്കില്ല ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ വരിക എന്ന് പറയുമ്പോഴേക്കും വഴക്കുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു ലോങ് ടേമിലേക്കൊക്കെ ഇത് പോയിരിക്കുന്നത് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും. അപ്പൊ അതൊക്കെ മാനസികമായിട്ട് ഇവരെയും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു നിലനിൽപ്പ് ഇപ്പോൾ അവർ ആഗ്രഹിച്ചിട്ട് പുറമെ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി തന്നെയാണ് ഇപ്പോൾ ഇതിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. പോസിബിലിറ്റീസ് ആണ് നമുക്കിവിടെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഇവരുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് ഇവരുടെ ഈ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരോട് തന്നെ ഇപ്പൊ ഫൈറ്റ് ചെയ്യുകയാണ്. അതായത് പല സമയത്തും അവർക്ക് അവരുടെ ഇമോഷൻസ് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് വരുന്നുണ്ട്. ചേഞ്ച് ആവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അപ്പൊ എങ്കിൽ പോലും അവർ ഒരു കംപ്ലീറ്റ് എഫേർട്ട് എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു മെഡിറ്റേഷൻ പീരീഡിലൂടെയൊക്കെ കടന്നു പോകണം. കൂടുതലായിട്ടുള്ള ചിന്തകളോ കാര്യങ്ങളോ ഒന്നും പാടില്ല. ഇന്നർ വോയിസ് എന്താണോ അവരോട് പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കണം. ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഇതെല്ലാമാണ് അവരുടെ മൈൻഡിൽ ഉള്ളത്. കംപ്ലീറ്റ്ലി ഒരു ബ്ലാങ്ക് ആയിട്ട് തന്നെ ഇപ്പൊ തൽക്കാലം നിൽക്കട്ടെ എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്. കാരണം ഓവർ തിങ്കിങ് വേണ്ട, നോ തിങ്നെസ് ആണ് വന്നിരിക്കുന്നത്. ഓവർ തിങ്കിങ് വേണ്ട, മൈൻഡിനെ കംപ്ലീറ്റ് ബ്ലാങ്ക് ആക്കുക. എങ്കിൽ മാത്രമാണ് ഇതിലൊരു നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഇവർക്കും മനസ്സിലായിട്ടുണ്ട്. ലോൺലിനെസ് വന്നുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ തീർത്തും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് നമുക്കിവിടെ. അവരുടെ കൂടെ പ്രത്യേകിച്ച് ആരുമില്ല. കാരണം ഇവരുടെ ക്യാരക്ടർ തന്നെ ആ ഒരു രീതിയിലാണെന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. ഒരുപാട് അങ്ങോട്ട് എൻഗേജ്ഡ് ആയിട്ട് ഒരു കളിച്ചിരി തമാശകള് അടിച്ചുപൊളി ലൈഫ് അങ്ങനെയൊന്നും ആയിരിക്കില്ല ഇവർ ചിലപ്പോൾ. അതുകൊണ്ട് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചൊരു ഒറാക്കിൾ കാർഡ്സ് കൂടെ നോക്കാം. ഹാർബർ ആണ്, ബ്രിഡ്ജ്, റെസൊല്യൂഷൻ, പ്ലേ, ഹിസ്റ്ററി, കോംപ്രമൈസ്, മിറർ, മെമ്മറി ആണ് വന്നിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് സ്പാർക്ക് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ വന്നിരിക്കുന്ന ഒരു ഒറാക്കിൾ മെസ്സേജ് എന്ന് പറയുന്നത് ഹാർബർ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഹാർബർ എന്ന് പറയുമ്പോഴേക്കും ആ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ നന്നാക്കി എടുക്കാനുള്ള ഒരു സമയമാണിത്. ഇതിനെയെല്ലാം നല്ല രീതിക്ക് ഒരു ഇമോഷണലി ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഇതിനകത്ത് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇമോഷൻസ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം ഓഫ് പീരീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റിനെ ഒന്ന് റിലീസ് ചെയ്യാനും ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റിലേക്ക് എത്താനുമുള്ള ഒരു സമയമായിട്ട് തന്നെയാണ് അവർ കരുതുന്നത്. അത് മാത്രമല്ല ആ ഒരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി ഈ ഒരു ബന്ധത്തിൽ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് ആണ്. ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ആ ഒരു സോൾ കണക്ഷൻ, നിങ്ങളുടെ സോളും അവരുടെ സോളുമായിട്ട് ഒരു ബ്രിഡ്ജ് വേണം, ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം.
അതിനെ ക്രോസ് ചെയ്തിട്ട് മറ്റാരും ഈ ഒരു ബന്ധത്തിലേക്ക് എത്താനായിട്ട് പാടില്ല എന്നൊരു ചിന്തയും കൂടിയുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് ചിലപ്പോൾ പുറത്തുനിന്നുള്ള വ്യക്തികളുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഒരു ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒക്കെ ഇടപെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലി, നിങ്ങളിപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്കിടയിൽ നിങ്ങൾ മാത്രം മതി. ആ ഒരു ബ്രിഡ്ജ് മാത്രം മതി. മറ്റുള്ള കാര്യങ്ങളൊന്നും ഈ റിലേഷൻഷിപ്പിൽ വേണ്ട. അതുപോലെ തന്നെ റിസൊല്യൂഷൻ വന്നിരിക്കുകയാണ്. അതായത് ഇപ്പൊ നടന്നിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളുടെ എല്ലാം, ഈ ഒരു കോൺഫ്ലിക്റ്റ് കാര്യങ്ങള്, അതിനെയെല്ലാം അൺലോക്ക് ചെയ്യാനുള്ള ആ ഒരു കീ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അല്ലാതെ മറ്റൊരാളുടെ കയ്യിലല്ല അതുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ബ്രിഡ്ജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് പരസ്പരമാണ് വേണ്ടത് എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. മറ്റൊരാൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധം കൂടുതലായിട്ട് വഷളായി പോവുകയേ ഉള്ളൂ. ഇപ്പൊ ചിലപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളും അങ്ങനെ ആയിരിക്കാം. മറ്റു പല വ്യക്തികളും ഇടപെട്ടത് കൊണ്ടിട്ടായിരിക്കാം ഇത് ഇത്രത്തോളം നീണ്ടുപോയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി ആ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത് തന്റെ കയ്യിലാണ്. അപ്പൊ ഞാനായിട്ട് തന്നെ അത് എഫേർട്ട് ഇടാം. ആ ഒരു കീ എന്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഒരു കറേജ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു വളർച്ച ഞാൻ തന്നെ ചെയ്തു കൊള്ളാം എന്നൊരു ചിന്തയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അതുപോലെ നമുക്കിവിടെ മെമ്മറിയും പ്ലേയും വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു ട്രഷർ ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു നിധി പോലെ തന്നെയാണ് അവർ മെമ്മറി കൊണ്ട് നടക്കുന്നത്. അതിനെ വീണ്ടും ഒന്ന് ഷൈൻ ചെയ്തെടുക്കണം, ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം. അതിലൂടെ വീണ്ടും ആ ഒരു സന്തോഷകരമായ കളിചിരി നിറഞ്ഞ കാലഘട്ടം വീണ്ടും നിങ്ങളിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ ഒരു ഏജ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒരു കുട്ടികൾ ചെറുപ്പം ആയിരിക്കില്ല. ചിലവരുടെ കേസിൽ മാത്രമാണ് ചെറുപ്പം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു ചെറുപ്പമോ അല്ലെങ്കിൽ ഏജോ കാര്യങ്ങളോ ഒന്നും അല്ല ഇവരിപ്പോ ചിന്തിക്കുന്നത്. ആ ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ള ആ ഒരു മൊമെന്റ്സ് തന്നെ, ആ ഒരു പഴയകാല മെമ്മറീസ്. ഇവിടെ മെമ്മറിയും ഹിസ്റ്ററിയും നമുക്ക് ഒരേ മീനിങ്ങിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ ഉണ്ടായിരുന്ന അതേ മെമ്മറീസ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത് കളിച്ച് ചിരിച്ചിട്ട് നടന്നിരുന്ന ആ ഒരു കാലഘട്ടം അത് വീണ്ടും കൊണ്ടുവരണം. അതിനു വേണ്ടിയാണ് ഇവർ ഇവരുടെ ക്യാരക്ടറിനെയും ചേഞ്ച് ചെയ്യുന്നത്. ചിലപ്പോൾ ഇവര് പഴയ കാലത്ത് ഇങ്ങനെ ആയിരിക്കില്ല. കുറച്ചുകൂടെ ഒരു കളിചിരിയൊക്കെ ഉള്ള മൈൻഡ് ആയിരിക്കും. പക്ഷെ മുന്നോട്ടേക്ക് പോകവേ ആയിരിക്കും ഇവർ അത്ര ഒരു സീരിയസ് മൈൻഡിലേക്കൊക്കെ എത്തിയത്. അപ്പൊ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പഴയ കാലത്തിലേക്ക് തന്നെ വരണം, അല്ലെങ്കിൽ ആ ഒരു രീതിക്കുള്ള ക്യാരക്ടർ വീണ്ടും ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കോംപ്രമൈസ് എത്രയും വേഗം റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇവിടെ മിറർ ആണ് വന്നിരിക്കുന്നത്. മിറർ വന്നിരിക്കുന്നത് കൊണ്ട് ഇവർ ഇവരെ തന്നെ റിഫ്ലക്ട് ചെയ്യുകയാണ്. ഇവർ ഇവരെ തന്നെ കൂടുതലായിട്ട് മനസ്സിലാക്കിയാണ്. താൻ എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ, തന്റെ ക്യാരക്ടർ കൊണ്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവർ പൂർണ്ണമായിട്ടും ഇവരുടെ ഉള്ളിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങി മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു റിഫ്ലക്ഷൻ കൂടി ഇവർക്ക് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവർക്ക് അതിലാണ് ഒരുപാട് ഗിൽറ്റ് ഫീൽ നമുക്കിവിടെ തോന്നിയിരിക്കുന്നത്. അവർക്ക് അയ്യേ എന്നൊരു ഫീൽ അല്ലെങ്കിൽ അയ്യേ എന്താണ് ഇങ്ങനെ എന്നൊരു ഫീൽ അവരിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ചിന്തകളും അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സും നിങ്ങളോടുള്ള സ്നേഹവും ഇതെല്ലാം അവർക്കൊരു സ്പാർക്ക് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു ലവിന്റെ സ്പാർക്ക് അല്ലെങ്കിൽ ആ ഒരു പഴയ മെമ്മറീസ്, ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നവരായിരിക്കും, ഒരുപാട് പ്രേ ചെയ്യുന്നവരായിരിക്കും. ഈ ഒരു പേഴ്സണിലേക്ക് നിങ്ങൾ അത്രയും ഡീപ്പ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവരുടെ മൈൻഡിലേക്ക് ആ ഒരു മെമ്മറീസ് വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു മെമ്മറീസ് അത്രത്തോളം വരില്ല. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വ്യക്തികളാവുമ്പോഴാണ് കൂടുതലായിട്ട് ആ ഒരു മെമ്മറി അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്ററിയിലേക്ക് പോകുന്നത്, ആ ഒരു ഫ്യൂച്ചർ ലൈഫിലേക്ക് പോകുന്നത്. അപ്പൊ ഇവർക്ക് എന്തായാലും ആ ഒരു സ്പാർക്ക് ഇവരിലേക്ക് അടിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ചിന്തിക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് പോസിറ്റീവ് തോട്ട്സ് കിട്ടുന്നുണ്ട്. പ്രശ്നങ്ങൾ ഇപ്പൊ ഇത്രത്തോളം ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്ന് തലകുനിച്ച് തരാനുള്ള മടി ഉണ്ടെന്നുണ്ടെങ്കിലും പതുക്കെ പതുക്കെ ഇവരുടെ മൈൻഡ് ചേഞ്ച് ആവുന്നുണ്ട്. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് ഇവരങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് തല താഴ്ത്താൻ തയ്യാറല്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ആ ഒരു സ്പ്രെഡിലൂടെ മുന്നോട്ടേക്ക് വരും തോറും ഇവരുടെ മൈൻഡിൽ വന്നിരിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിലും കണക്ട് ആവുന്നുണ്ട്. അപ്പൊ ഇവർ ആ ഒരു ചിന്തയിലാണ്, പെട്ടെന്ന് തല താഴ്ത്തണ്ട എന്നൊരു ചിന്തയിലാണെന്നുണ്ടെങ്കിലും ഇവരുടെ മൈൻഡ് തീർച്ചയായിട്ടും റിലാക്സ് ആകും, അല്ലെങ്കിൽ ഇവരൊന്ന് സോഫ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഒട്ടും ട്രൈ ചെയ്യാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവിടെ കമ്മ്യൂണിക്കേഷൻ കാർഡ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ once ഒന്ന് അതിനെ ട്രൈ ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കൂടുതലും നിങ്ങൾക്കായിരിക്കും ഇത് റെസനേറ്റ് ആകുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്നും വളരെ സോഫ്റ്റ് ആയിട്ട് അവർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് ഇപ്പൊ കാണിക്കുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് ക്ലൂസ് ഇവിടെ നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ ഈ ഒരു പേഴ്സണും ഈ ഫീലിങ്സും ഒക്കെ ആയിട്ട് ഇതിന് എന്തെങ്കിലും കണക്ട് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. 1968 വി എന്നൊരു ലെറ്റർ, ജെമിനി ആർ എന്നൊരു ലെറ്റർ,
കാർത്തിക, N എന്നൊരു ലെറ്റർ, മകം, R എന്നൊരു ലെറ്റർ അഗൈൻ, D, G എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ലിബ്ര സോഡിയാക് സൈൻ ആണ്. തിരുവോണം, ടോറസ് വന്നിട്ടുണ്ട്, സോഡിയാക് സൈൻ ആണ്. H എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. മാർച്ച് എന്നൊരു മന്ത്, D എന്നൊരു ലെറ്റർ അഗൈൻ വന്നിട്ടുണ്ട്. M എന്നൊരു ലെറ്റർ, S, രോഹിണി എന്നൊരു സ്റ്റാർ, 34 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ ഏജ് ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേയ്സ് ആയിട്ടും എടുക്കാം. 1993, 1972, അതർ കൺട്രീസ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ നാട്ടിലായിരിക്കില്ല, പുറത്തായിരിക്കും. 27, ലിയോ എന്നൊരു സോഡിയാക് സൈൻ, 30 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 28 എന്നൊരു നമ്പർ ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്കത് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.